ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബീഫ് കൊണ്ട് പല വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ. എന്തുകൊണ്ട് അച്ചാറുണ്ടാക്കിയാലോ? ഉഗ്രൻ ടേസ്റ്റാണ്. ഒരു തവണ നമ്മൾ ഉണ്ടാക്കിയ പിന്നെയും ഉണ്ടാക്കി നോക്കും നമ്മുടെ ബീഫ് അച്ചാർ. അപ്പോൾ നമുക്ക് ബീഫ് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ പുരട്ടി വേവിച്ചെടുക്കുകയാണ്. ഒരു 3 വിസിൽ, മാക്സിമം ഒരു 3 വിസിൽ മതി. കാരണം നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതിന് 3 വിസിലടുപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബീഫെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച്, ചട്ടി ചൂടായപ്പോൾ ഞാൻ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മളിത് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് പൊരിക്കുന്നത്. ആദ്യത്തെ നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ പൊരിച്ചെടുക്കാം. പക്ഷേ ഈ പൊരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് മുരിയിച്ചെടുക്കരുത്. ഒരുപാട് മുരിയിച്ചെടുത്താൽ നമ്മൾ അച്ചാറിടുമ്പം കരിഞ്ഞതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഒരു പാകം നമുക്കറിയാമല്ലോ, വായി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു പാകത്തിലെ നമ്മൾ പൊരിച്ചെടുക്കാവുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം പൊരിച്ചെടുത്ത് ഇനി നമുക്ക് അച്ചാറിടാം. അതിനായിട്ട് നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. ഇപ്പോൾ ഇതേ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കടുകും ഉലുവ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഉലുവാക്ക് വരെ ഉലുവ പൊടി ഇട്ടാൽ മതി. എൻ്റെ ഉലുവ ഉള്ളതുകൊണ്ടാണ് ഉലുവ ഇട്ടത്. ഇപ്പോൾ അത് രണ്ടും പൊട്ടി വന്നപ്പം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പിടിയോളം. അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വാടി വരുമ്പം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് അത് രണ്ടും ഒന്ന് വാടി വരുമ്പം ഞാനിവിടെ 4 പച്ചമുളക് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അതും ഒന്നിട്ട് കറിവേപ്പില ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റണം. ഇപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് വഴണ്ട് വരും. നല്ല രീതിയിൽ വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇത്രയും ഇട്ട് പാകത്തിനുള്ള ഉപ്പ് വേണമെന്ന് നോക്കണം. കാരണം ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം. ആ കുത്തലൊക്കെ, മുളക് പൊടിയുടെ കുത്തലൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നല്ല രീതി വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി ഇച്ചിരി കൂടുതൽ ഒഴിച്ചോ, കാരണം എന്നാലേ 2-3 ദിവസം ഇരിക്കത്തുള്ളൂ. വിനാഗിരി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നപ്പം ഞാൻ നേരത്തെ പൊരിച്ച് വെച്ച നമ്മുടെ ബീഫിൻ്റെ എണ്ണ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ആ എണ്ണയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. 1-2-3 തിള വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ച ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഈ അരപ്പിൽ ആ ബീഫെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ചോറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ബീഫ് അച്ചാറുമായിട്ട് നമ്മൾ ആ ചോറ് ഇറങ്ങിപ്പോകുന്ന പോലും അറിയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.